ഇന്ത്യയിലെ ഹാർഡസ്റ്റ് സ്നോ ട്രക്കുകളിലൊന്നായ കേദാർകന്തയെ പറ്റി കേട്ടിട്ടുണ്ടോ? -15-നും താഴെ പോകുന്ന ടെമ്പറേച്ചർ, 12 കിലോമീറ്റർ ദൂരം, നെറ്റ്വർക്കില്ല, കറണ്ടില്ല, 3 ദിവസം കൊണ്ട് മഞ്ഞിലൂടെ നടന്ന് 12,500 അടി ഉയരത്തിലുള്ള കൊടുമുടിയാണ് നമ്മൾ കീഴടക്കേണ്ടത്. ഉത്തരാഖണ്ഡിലെ ഉൾനാടൻ ഗ്രാമമായ സാംഗ്രിയിൽ നിന്നാണ് യാത്ര തുടങ്ങുന്നത്. കൊടുങ്കാട്ടിലൂടെയുള്ള യാത്രയാണ്. കുത്തനെയുള്ള കയറ്റം കയറി ചെല്ലുമ്പോൾ ചിലയിടങ്ങളിൽ ചെറിയ കടകളുണ്ടാകും, അത് നാട്ടിലേക്കാൾ 3 ഇരട്ടി വില കൂടുതലിൽ. ആദ്യ ദിവസം തന്നെ ട്രക്കിൻ്റെ സ്വഭാവം ഏറെക്കുറെ നമുക്ക് മനസ്സിലാകും. വൈകുന്നേരത്തോടു കൂടി ആദ്യത്തെ ബേസ് ക്യാമ്പിൽ സ്റ്റേ. ഫുഡ് കുറച്ച് ടാസ്ക്കാണ്. രണ്ടാം ദിവസം മുതൽ മഞ്ഞ് കണ്ടു തുടങ്ങും. ആദ്യം കുറേശ്ശെ കാണുന്നത്, മുന്നോട്ട് പോകുന്നതനുസരിച്ച് മഞ്ഞിൻ്റെയും മഞ്ഞ് വീഴ്ചയുടെയും അളവ് കൂടിക്കൊണ്ടേയിരിക്കും. ഷൂ ടക്ക് ചെയ്തില്ലെങ്കിൽ തെറ്റി വീഴുന്ന അവസ്ഥ. കൂടാത്തതിന് മുൻപിലും പിന്നിലും പോകുന്നവരെ പോലും കാണാൻ കഴിയാത്തത്ര മഞ്ഞും. മഞ്ഞ് കുറച്ചു നേരം മാത്രം കാണാനുള്ള ഭംഗിയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഇത്രയും വെറുപ്പ് തോന്നുന്ന വേറെ സാധനമില്ല. ആദ്യത്തെ ദിവസം അപേക്ഷിച്ച് രണ്ടാം ദിവസം വളരെ കുറച്ച് മാത്രമേ നടക്കാൻ കഴിയുകയുള്ളൂ. മഞ്ഞിൻ്റെ മുകളിൽ സ്റ്റേ. ടെമ്പറേച്ചർ ഏതാണ്ട് -10-ലും താഴെ. മൂന്നാം ദിവസം രാവിലെ 2 മണിക്ക് തുടങ്ങുന്ന സമ്മിറ്റ് ട്രക്കാണ് ഈ യാത്രയിലെ ഏറ്റവും ഹൈലൈറ്റിങ്ങും പത പുറത്തു വരുന്നതുമായിട്ടുള്ള ഡേ. പകുതിയിലധികം പേരും കേദാർകന്ത ട്രക്ക് ഈ പൊസിഷൻ വെച്ചാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്. സഹിക്കാൻ പറ്റാത്ത തണുപ്പും മഞ്ഞും കാറ്റും, ചെറിയ ഈർപ്പം പോലും വലിയ വേദനകളുണ്ടാകുന്ന ടൈം. മുകളിലേക്കുള്ള യാത്രകളിൽ പല സ്ഥലങ്ങളിലും നമ്മൾ കൈ കുത്തി 4 കാലിൽ വേണം മുകളിലേക്ക് പോകാനുള്ളത്. എങ്ങാനും കൈ തെറ്റിയാൽ 12,000 അടി താഴെ. ഈ കഷ്ടപ്പാടൊക്കെ സഹിച്ച് മുകളിൽ നിൽക്കുമ്പോൾ കിട്ടുന്നൊരു വ്യൂ ഉണ്ട്. ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നൊരു ട്രാവലറിന് മാത്രം മനസ്സിലാകുന്ന വ്യൂ. സൂര്യോദയമാണ് ഇവിടെ നിന്ന് കാണേണ്ട പ്രധാന കാഴ്ച.